പറഞ്ഞ് ഒരു അരയാൽ ചുവട്ടിലിരുന്നു. അരയാൽ മരത്തിന് ചുറ്റും ഒരു ആൺതത്തയും പെൺതത്തയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പൊടുന്നനെ ആൺതത്ത മരിച്ചു വീണു. പെൺതത്ത അലറിക്കരഞ്ഞുകൊണ്ട് ആൺതത്തയുടെ ശരീരത്തിന് ചുറ്റും നടന്നു. വിക്രമാദിത്യന് ഈ കാഴ്ച കണ്ട് ദയ തോന്നി. അല്പസമയമെങ്കിലും ആ ആൺതത്തയ്ക്ക് ജീവൻ തിരിച്ചു കൊടുക്കണം. അദ്ദേഹം സ്വന്തം ജീവനെ ശരീരത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ആൺതത്തയുടെ ശരീരത്തിൽ ചേക്കേറി. വിക്രമാദിത്യൻ ഒരു ആൺതത്തയായി മാറി. പെൺതത്ത സന്തോഷം കൊണ്ട് കരഞ്ഞു. ഇതെല്ലാം കണ്ട വിജയരംഗന് പഴയ മായാജാലം ഓർമ്മ വന്നു. വിജയരംഗൻ മാന്ത്രിക വിദ്യ കൊണ്ട് വിക്രമാദിത്യന്റെ ശരീരത്തിൽ കയറിപ്പറ്റി. ആൺതത്തയും പെൺതത്തയും ദൂരേക്ക് പറന്നകന്നപ്പോൾ വിക്രമാദിത്യന്റെ ശരീരത്തിൽ കയറിപ്പറ്റിയ വിജയരംഗൻ വിക്രമാദിത്യ മഹാരാജാവായി ഉജ്ജയിനിയിലേക്ക് എത്തി. ഭട്ടിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിരുന്നു. ഇതിലെന്തോ ചതിയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം.